ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 15-ാമത്തെ അധ്യായമാണ് നാം ഇപ്പോൾ പഠന വിചിന്തന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 15-ാം അധ്യായം 1-ാമത്തെ വാക്യം നാം പഠന വിഷയമാക്കി. അവിടെ സ്വർഗത്തിൽ വരുന്ന പുതിയൊരു അടയാളത്തെക്കുറിച്ചാണ് പറയുക. അവസാനത്തെ 7 മാരികളുമായി വരുന്ന 7 ദൂതന്മാർ. ഇവയോടെ ദൈവത്തിൻ്റെ കോപം അവസാനിക്കുന്നതും വിവരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതി, അതിൻ്റെ അന്ത്യഘട്ടത്തിൽ, ചരിത്രത്തെക്കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ അന്ത്യഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുക. ഈ ഒരു സൂചനയ്ക്ക് ശേഷം ഉടൻ തന്നെ സ്വർഗീയമായിട്ടുള്ള വേറൊരു ദൃശ്യത്തിലേക്കാണ് പോകുന്നത്. അവിടെ ദൈവജനം പളുങ്ക് കടലിന് സമീപം നിന്ന് ദൈവ കീർത്തനങ്ങൾ ആലപിക്കുന്നതാണ്. അപ്പോൾ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അഗ്നി കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന് ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും അവൻ്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച് ദൈവത്തിൻ്റെ കിന്നരവുമായി പളുങ്ക് കടലിൽ നിൽക്കുന്നവരെയും. അപ്പോൾ അഗ്നി കലർന്ന പളുങ്ക് കടലിന് സമീപം നിൽക്കുന്നവർ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു. പളുങ്ക് കടൽ തീർച്ചയായിട്ടും നമ്മെ നയിക്കുന്നത് പുറപ്പാട് കഥയിലെ ആ ചെങ്കടലിലേക്ക് തന്നെയാണ്. അപ്പോൾ ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് കടന്നതുപോലെ ഇവിടെ പുതിയ നിയമ ജനം രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണം തന്നെയാണ് ഇവിടെ നാം കാണുക. ഇവിടെ അഗ്നി കലർന്ന ആ പളുങ്ക് കടലിൻ്റെയും അർത്ഥം നമ്മൾ കണ്ടിരുന്നു. അവിടെ ദൈവത്തിൻ്റെ ആ ജനതയെ നയിച്ച അഗ്നി സ്തംഭം, അതിൻ്റെ പ്രകാശം ആ ചെങ്കടലിൽ പ്രകാശിച്ചതുപോലെ ഇവിടെ ആ പളുങ്ക് കടലിൽ ഒക്കെ രക്തനിറം നിറഞ്ഞിരിക്കുന്നു, അഗ്നി കലർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷ തന്നെയാണ്. അപ്പോൾ പഴയ നിയമ ജനത എന്ന പോലെ ദൈവം ഈ ജനതയെയും രക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അഗ്നി കലർന്ന പളുങ്കടൽ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 4:12 പശ്ചാത്തലത്തിൽ വിശ്വാസികൾ കടന്നു പോകുന്ന ആ സഹനത്തെയും രക്തസാക്ഷിത്വത്തെയും സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ആ ദൈവജനത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെയുള്ളത്. പിന്നെ വേറെ ചിലർ പറയും ഈ പളുങ്ക് കടലെന്ന് പറയുന്നത് അത് ദൈവജനത്തെയും ആ ദൈവിക മേഖലയും വേർതിരിക്കുന്ന അതിൻ്റെ ഒരു പ്രതീകമാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ നാം കൂടുതലും പുറപ്പാട് കഥയുടെ ആ പശ്ചാത്തലത്തിൽ വേണം നാം ഈ പ്രതീകത്തെ മനസ്സിലാക്കുവാനായിട്ട്. ഇനി ഇവരെക്കുറിച്ച് പറയുന്നു: ഇവർ മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും അവൻ്റെ നാമസംഖ്യന്മേലും വിജയം വരിച്ചവരാണ്. അപ്പോൾ ദൈവജനം ആ മൃഗത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് മോചിതരായവരാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ ആ പ്രലോഭനങ്ങളിൽ നിന്ന് മോചിതരായവരാണ്. അപ്പോൾ അതിൻ്റെ ആകർഷണ വലയത്തിലാണ് ഈ ജനമെല്ലാം. അപ്പോൾ അതിൽ നിന്നെല്ലാം അവർ മോചിതരായി ദൈവത്തോട്, കുഞ്ഞാടനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇവിടെ പറയുക. ഇനി അവൻ്റെ നാമസംഖ്യന്മേലും വിജയം വരിച്ചു. അപ്പോൾ നാമസംഖ്യയെ നാം കണ്ടിരുന്നു. അവൻ്റെ ആ നാമം എന്ന് പറയുന്ന ആ തിന്മയുടെ ശക്തിയുടെ ആ സ്വത്വം, ആ ഐഡൻറ്റിറ്റി തന്നെയാണ്. ആ സംഖ്യ, ആ ഒരു സംഖ്യ, അത് ആ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ആ പ്രതീകമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ അന്നത്തെ വ്യവസ്ഥിതികളുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ തിന്മയുടെ മേലുള്ള ഒരു സമ്പൂർണ്ണ വിജയം തന്നെ ഇത് അർത്ഥമാക്കുന്നു. ഇനി ചിലർ പറയും ഇത്
അതോടൊപ്പം തന്നെ വിശ്വാസം ത്യജിച്ച ക്രൈസ്തവരെ കുറിച്ചുള്ളൊരു സൂചനയും ഇവിടെയുണ്ട് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ഇനി ഇവരെക്കുറിച്ച് വീണ്ടും തുടർന്ന് പറയുന്നു, ദൈവത്തിൻ്റെ കിന്നരവുമായി പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും. അപ്പോൾ നിൽക്കുക, അതിൻ്റെ ആ ഒരു പ്രതീകാർത്ഥം നമ്മൾ മുൻ അധ്യായങ്ങളിൽ കണ്ടതാണ്. 5-ാമത്തെ അധ്യായത്തിൽ കുഞ്ഞാട് നിൽക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു, കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. അതും അല്ലെങ്കിൽ 6-ാം അധ്യായത്തിൻ്റെ അവസാനം ആർക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം, അതായത് ഈ ദൈവക്രോധത്തിന് മുന്നിൽ ആർക്കാണ് നിൽക്കാൻ സാധിക്കുക, അതായത് ആർക്കാണ് കുഞ്ഞാടിനോടൊപ്പം നിൽക്കാൻ സാധിക്കുക, അവിടുത്തെ ഉത്ഥാനത്തിൽ പങ്കുചേരുവാൻ സാധിക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുക. അപ്പോൾ നിൽക്കുന്ന ആരാണ്? മൃഗത്തിന്മേൽ വിജയം നേടിയവരാണ്, തിന്മയുടെ ശക്തികളെ കീഴടക്കിയവരാണ് ഇവർ. ആ ദാനിയേലിലെ യുവാക്കൾക്ക് സമാനം ആയിട്ടുള്ളവരൊക്കെയാണ്. അപ്പോൾ തിന്മയുടെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചവരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പളുങ്ക് കടലിൽ നിൽക്കുന്നത് തിന്മയുടെ മേലുള്ള വിജയമാണ് അർത്ഥമാക്കുന്നത്. ഇനി തിന്മയുടെ ശക്തികൾക്ക് എതിരെയുള്ള യുദ്ധത്തിൽ ദൈവജനവും പങ്കുചേരുന്നു എന്ന് നാം ഇവിടെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ കുരുത്തോലയുമായിട്ട് ദൈവസന്നിധിയെ സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിയോൺ മലമേൽ കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്നവർ. അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കുഞ്ഞാട് നേടിത്തരുന്ന ആ രക്ഷയിൽ പങ്കുചേരുന്നതിനെ തന്നെയാണ്. അപ്പോൾ ഈ പളുങ്ക് കടലിന് സമീപം നിൽക്കുന്നവർ ആ കുഞ്ഞാടിനോട് കൂടെ നിന്ന് കുഞ്ഞാടിൻ്റെ പിന്നാലെ പോയി അവിടുത്തെ ആ മരണത്തിലൂടെ അവിടുത്തെ ഉത്ഥാനത്തിൽ വിജയത്തിൽ പങ്കുചേരുന്നവർ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇവരെക്കുറിച്ച് പറയുന്നു, ഇവർ ദൈവത്തിൻ്റെ കിന്നരവുമായിട്ട് നിൽക്കുന്നവർ. ദൈവത്തിൻ്റെ കിന്നരം അത് സന്തോഷത്തിൻ്റെ സ്തുതിപ്പിൻ്റെ ഒക്കെ അടയാളമാണ്. നമുക്കറിയാം സിനഗോഗ് പ്രാർത്ഥനകളിലൊക്കെ കിന്നരങ്ങൾ കാണാം, അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ, കിന്നരങ്ങൾ മീട്ടിക്കൊണ്ട് സങ്കീർത്തനം ആലപിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കിന്നരങ്ങൾ അത് ദൈവസന്നിധിയിലുള്ള ആ സ്തുതിപ്പും ആ സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുന്നു. ഇനി ദൈവത്തിൻ്റെ കിന്നരം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കിന്നരമുണ്ടോ? അപ്പോൾ അത് മിക്കവാറും അത് ഉദ്ദേശിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കിന്നരമെന്നോ അല്ലെങ്കിൽ ദൈവം അവർക്ക് നൽകിയ കിന്നരമെന്നൊക്കെ വേണമെങ്കിൽ അർത്ഥമാക്കാം. അപ്പോൾ ദൈവസന്നിധിയിൽ അവരുടെ കീർത്തനങ്ങൾ ആണ് അർത്ഥമാക്കുക. അപ്പോൾ തമ്പുരു മീട്ടിയുള്ള പുറപ്പാട് ഗീതത്തിൻ്റെ ഓർമ്മയും ഇവിടെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. രക്ഷയെപ്രതി ഇവർ കിന്നരമീട്ടി ദൈവസ്തുതികൾ ആലപിക്കുന്നു. അപ്പോൾ ദൈവസ്തുതികൾ ആലപിക്കുന്ന ആ ദൈവജനത്തെ തങ്ങളുടെ ചുറ്റുമുള്ള ഒന്നും തന്നെ ഭയപ്പെടുത്തുന്നില്ല. അപ്പോൾ തിന്മയുടെ ശക്തികൾ എത്ര ശക്തങ്ങളാണെങ്കിലും ഇവരെ ഒന്നും ഭയപ്പെടുത്തുന്നില്ല. കാരണം അവർ ദൈവത്തിലാണ് ആഹ്ലാദിക്കുന്നത്, ദൈവത്തിലാണ് സന്തോഷിക്കുന്നത്. ഇപ്പോൾ വിശ്വാസി സമൂഹം മൃഗത്തെ ആരാധിക്കാൻ കൂട്ടാക്കാതെ, അടയാളം സ്വീകരിക്കാതെ അതിനെ കീഴടക്കി. അപ്പോൾ തിന്മയുടെ ശക്തികളെ കീഴടക്കിയവരാണ് ഈ പളുങ്ക് കടലിന് സമീപം നിൽക്കുന്നവർ. നമ്മൾ വെളിപാട് 2-3 അധ്യായങ്ങളിൽ സഭകളെക്കുറിച്ചുള്ള വിവരണത്തിൽ ഈ തിന്മയുടെ ശക്തികളെയെല്ലാം കീഴടക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അവിടെ വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന ശക്തികളൊക്കെ കീഴടക്കുന്നു, പ്രലോഭനങ്ങളൊക്കെ കീഴടക്കുന്നു. അത് വെളിപാട് 2-ാം അധ്യായം 7, 11 തുടങ്ങിയ ആ വാക്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിജയം വരിക്കുന്നവരാണ് പുതിയ ജെറുസലേമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവർക്ക്, ഈ വിജയം വരിക്കുന്നവർക്ക് ഉള്ള പ്രതിഫലമാണ് പുതിയ ജെറുസലേമിൻ്റെ വിവരണത്തിൽ നമ്മൾ കാണുക. അപ്പോൾ ഈ വിവരണങ്ങൾക്കിടയ്ക്ക് സഭകൾക്കുള്ള വിവരണത്തിനും പിന്നെ പുതിയ ജെറുസലേമിനുമുള്ള വിവരണങ്ങൾക്കിടയ്ക്ക് സാത്താനും സാത്താൻ്റെ കൂട്ടാളികളുമൊക്കെ ഈ ദൈവജനത്തെ വഞ്ചനയിലൂടെയും സമ്മർദ്ദത്തിലൂടെയും ഒക്കെ വഴിതെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മൃഗവും വിശ്വാസികളെ കീഴടക്കി വധിക്കുന്നുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു വിജയം മാത്രമാണ്. പക്ഷേ ഇവർ ആത്യന്തികമായിട്ട് ഈ ദൈവജനം ഈ തിന്മയുടെ ശക്തികളെയെല്ലാം അവർ അതിജീവിക്കുന്നു.
അപ്പോൾ വാഗ്ദാനങ്ങളെ ഇല്ലാതാക്കുന്ന ആ തിന്മയുടെ വിജയം ആരാധന സമൂഹം കാണുന്നുണ്ട്. പക്ഷേ ഈ തിന്മയുടെ ശക്തികളൊക്കെ അത് വീണ്ടും അത് ഉന്മൂലനം ചെയ്യപ്പെടും എന്നും അവർ തിരിച്ചറിയുന്നു. അപ്പോൾ തിന്മയുടെ ശക്തികളുടെ ചുറ്റും വിജയാഘോഷങ്ങൾ ഒക്കെ ഉയർത്തുമ്പോൾ ആരാധന സമൂഹം ചിലപ്പോഴൊക്കെ അവർ പരിഭ്രാന്തരാകാറുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ അതൊക്കെ ഉലയ്ക്കാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ തിന്മയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പും നിഷ്ഫലമാകുന്നതുമൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അവരതിന് കീഴ്പ്പെടുന്നതും ഒക്കെ വിവരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ദൈവജനത്തിന് ശക്തി പകരുവാനായിട്ട് ഈ സ്വർഗീയ ദർശനങ്ങൾ ഗ്രന്ഥകാരൻ ഇവിടെ നൽകിയാണ്. അപ്പോൾ ചുറ്റുമുള്ളവയുടെ ആ തനിനിറം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് ഈ തിന്മയുടെ ശക്തികൾക്ക് ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പില്ല എന്ന് കാണിച്ചു കൊടുത്ത് അതിനെതിരെ സധൈര്യം പോരാടാനായിട്ട് ദൈവജനത്തെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന് സാക്ഷ്യം നൽകുന്നവർ, കുഞ്ഞാടിന് പിന്നാലെ പോകുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ വിജയം വരിക്കുന്നത്. എന്നാൽ മൃഗത്തിൻ്റെ പിന്നാലെ പോകുന്നവരോ അവർ ആത്യന്തികമായിട്ട് പരാജയപ്പെടുന്നവരാണ്. അപ്പം മൃഗത്തിൻ്റെ നുണകൾ അത് നമ്മെ ചിലപ്പോഴൊക്കെ വശീകരിച്ചെന്നൊക്കെ വരും. ഈ വ്യവസ്ഥിതികൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ സ്വീകാര്യമായിട്ടൊക്കെ തോന്നും. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് ദൈവജനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുഞ്ഞാടിൻ്റെ മാതൃകയാണ് ആരാധന സമൂഹം പിൻചെല്ലേണ്ടത്. അപ്പോൾ ദൈവിക ജീവന് അർഹരാകണമെങ്കിൽ കുഞ്ഞാടിൻ്റെ പിന്നാലെ ചെല്ലണം. അപ്പോൾ ചുറ്റുമുള്ള വ്യവസ്ഥിതികളിൽ അന്തർലീനമായിരിക്കുന്ന തിന്മയുടെ ശക്തികളുടെ പ്രലോഭനങ്ങൾക്കും വശീകരണത്തിനും കീഴ്പ്പെടാതെ ഇതിനെതിരായുള്ള ചെറുത്തുനിൽപ്പിൽ മരണം വരിക്കാൻ പോലും തയ്യാറാകുന്നവരെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ പളുങ്ക് കടലിൻ്റെ സമീപത്ത് നിൽക്കുന്നവർ, പളുങ്ക് കടലിൽ നിൽക്കുന്നവർ ഈ തിന്മയുടെ ശക്തികളെയെല്ലാം അതിജീവിച്ചവരാണ്. അപ്പോൾ ഈ ദൈവജനത്തിൻ്റെ ഒരു സ്വർഗീയമായിട്ടുള്ള ദൃശ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ദൃശ്യം അവതരിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ തിന്മയുടെ ശക്തികളെ അതിജീവിക്കുവാനായിട്ട് ഇവർ തയ്യാറാകണം എന്ന് പറയുവാനായിട്ടാണ്. ഇനി ഇതിന് ശേഷം പുറപ്പാട് ഗീതത്തിന് സമാനമായിട്ടുള്ള ഒരു ഗീതം ഇവിടെ അവതരിപ്പിക്കുന്നു. 3 മുതലുള്ള വാക്യങ്ങൾ ഞാനതൊന്ന് വായിക്കാം. അതിനുശേഷം അതിൻ്റെ ചില പഴയ നിയമ സൂചനകളിലേക്കും നമുക്കൊന്ന് കടക്കാം. 3-ാമത്തെ വാക്യം: അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ഗീതവും കുഞ്ഞാടിൻ്റെ ഗീതവും ഇങ്ങനെ ആലപിച്ചു. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിയുക്തവും സത്യസന്ധവുമാണ്. കർത്താവേ, അങ്ങേ നാമം ഭയപ്പെടാത്തവനും മഹത്വപ്പെടുത്താത്തവനും ആരുണ്ട്? എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ. സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും. എന്തെന്നാൽ അങ്ങയുടെ ന്യായവിധികൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗീതം അത് മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതമെന്ന് പറയുമ്പോൾ ആ പഴയ നിയമത്തിലുള്ള ആ പുറപ്പാട് ഗീതത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും അത് പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് തന്നെയാണ്. ഉദാഹരണത്തിന് പുറപ്പാട് 15-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇവിടെ പറയുന്നു: കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവെ, വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അപ്പോൾ ആ ഒരു ശക്തനായ ദൈവത്തെ ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രതീകം തന്നെയാണ് ഇവിടെ ഈ ഒരു കീർത്തനത്തിലും എടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിയമാവർത്തനം 32-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം 32:4: കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം. അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. ഇനി അതുപോലെ തന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ
7-ാമത്തെ വാക്യം ജെറമ്യ 10:7 ഇപ്രകാരം പറയുന്നു: ജനതകളുടെ രാജാവേ, അങ്ങയെ ഭയപ്പെടാതെ ആരുള്ളൂ? അങ്ങ് അതിന് അർഹനാണ്. ജനതകളിലെ സകല ജ്ഞാനികളുടെ ഇടയിലും അവരുടെ സകല രാജ്യങ്ങളിലും അങ്ങയെപ്പോലെ മറ്റാരുമില്ല. ഇനി ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 3:10 ഇപ്രകാരം പറയുന്നു: ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു, നിങ്ങൾ കേട്ട് യാക്കോബിൻ്റെ ഭവനത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ. ഇസ്രായേലിനെ അവൻ്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ബഥേലിലെ ബലിപീഠങ്ങൾ ഞാൻ തകർത്ത് കളയും. അപ്പോൾ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി അതുപോലെ തന്നെ സങ്കീർത്തനം 86-ാം അധ്യായം 8-9 വാക്യങ്ങൾ: കർത്താവെ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും. അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്, വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അവസാനം സങ്കീർത്തനം 145:17: അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണ്ണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അപ്പോൾ ഈ പഴയ നിയമത്തിലുള്ള ഭാഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് തുടർന്ന് വിവരിക്കുന്ന ആ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതത്തിൽ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള സൂചനകൾ എടുത്തിരിക്കുമെന്ന് സൂചിപ്പിക്കുവാനായിട്ടാണ്. അപ്പോൾ ഗ്രന്ഥകാരൻ ആ പഴയ നിയമത്തിലെ പുറപ്പാട് യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അതായത് ഇത് ഒരു പുതിയൊരു പുറപ്പാടാണ്. രക്ഷയിലേക്കുള്ള, ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലേക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കാണിക്കുവാനായിട്ട്. ഇനി ഇതിനകത്തുള്ള ചില പദപ്രയോഗങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ ആദ്യം ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ഗീതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പഴയ നിയമ ആ പുറപ്പാട് ഗീതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മോശയെ ദൈവദാസനായിട്ട് പഴയ നിയമത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 8:56, അതുപോലെ തന്നെ സങ്കീർത്തനം 105:26. ഇപ്പോൾ മോശയും ഇസ്രായേലും ഒക്കെ ആലപിച്ച ആ ഒരു സ്തുതിഗീതത്തിൻ്റെ, ആ പുറപ്പാട് ഗീതത്തിൻ്റെ സൂചനയാണ് നാം ഇവിടെ കാണുക. അത് പുറപ്പാട് ഗ്രന്ഥത്തിൽ 15-ാം അധ്യായത്തിൽ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഈ പുറപ്പാട് ഗീതം കാണുക. അതുപോലെ തന്നെ നിയമാവർത്തനത്തിലെ 32-ാം അധ്യായത്തെയും മോശയുടെ ഗീതമെന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനി ഇതോടൊപ്പം ഒന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇത് കുഞ്ഞാടിൻ്റെ ഗീതവുമാണ്. മോശയുടെ ഗീതം മാത്രമല്ല, കുഞ്ഞാടിൻ്റെ ഗീതം. ഇനി കുഞ്ഞാടിൻ്റെ ഗീതം എന്നതിനെ നമുക്ക് അത് മോശയുടെയും കുഞ്ഞാടിൻ്റെയും 2 വ്യത്യസ്ത ഗീതങ്ങൾ എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോശയുടെ, അതായത് കുഞ്ഞാടിൻ്റെ ഗീതം, അതായത് ഗ്രീക്ക് ഭാഷയിൽ ആൻഡ് എന്ന് കൂട്ടിച്ചേർക്കുന്നത്, അതിന് ഉള്ള ഒരു വ്യാകരണപരമായിട്ടുള്ള ഒരു വിശദീകരണമുണ്ട്. ഇതിനെ എപ്പെക്സജറ്റിക്കൽ ആൻഡ് കൈ എന്ന് വിളിക്കും. അതായത് മോശയുടെ, അതായത് കുഞ്ഞാടിൻ്റെ. അപ്പോൾ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതമല്ല, മോശയുടെ അപ്പം അതിന് തന്നെയുള്ള ഒരു വിശദീകരണമാണ് ഈ കുഞ്ഞാടിൻ്റെ ഗീതം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് പുറപ്പാടിലെ ആ മോശയുടെ, അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുഞ്ഞാടിൻ്റെ ഗീതം തന്നെയാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ ഗീതം എന്ന് പറയുമ്പോൾ എന്താണ് സൂചിപ്പിക്കുക? യേശുവിൻ്റെ പെസഹാരഹസ്യത്തിലൂടെ ലഭിച്ച രക്ഷയുടെ സൂചനയാണ്. അപ്പോൾ സമഗ്രമായ ഈ രക്ഷയുടെ മുന്നാസ്വാദനമാണ് മോശ വഴി ലഭിച്ച വിമോചനം. അപ്പോൾ പഴയ നിയമത്തിലെ പുറപ്പാട് എന്ന് പറയുന്നത് യേശുവിലൂടെ ലഭിക്കുന്ന ആ സമഗ്രമായിട്ടുള്ള രക്ഷയുടെ ഒരു മുൻ ആസ്വാദനം അല്ലെങ്കിൽ ഒരു മുൻ വിവരണം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ആ പുറപ്പാടിൽ തിന്മയുടെ ശക്തികളായ ആ ഫറവോ അവിടെ പരാജയപ്പെടുത്തപ്പെടുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്നാണ് ദൈവജനം മോചിപ്പിക്കപ്പെടുന്നത്. അത് ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിൻ്റെ കുരിശുമരണോത്ഥാനത്തിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ കുഞ്ഞാടിൻ്റെയും മോശയുടെയും ഗീതമെന്ന് വിളിക്കുമ്പോൾ പുറപ്പാടിൽ സാധ്യമായ വിമോചനവും യേശുവിൽ യാഥാർത്ഥ്യമായ രക്ഷയും തമ്മിൽ അത് ബന്ധിപ്പിക്കുന്നു.
അതായത് ദൈവ വാഗ്ദാനങ്ങളുടെ തുടർച്ചയും പൂർത്തീകരണവുമാണ് ഇവിടെ ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ആ ദൈവജനം അനുഭവിച്ച ആ ഒരു രക്ഷ, ആ പുറപ്പാടിലൂടെ അവരനുഭവിച്ച രക്ഷ, അപ്പം അതിൻ്റെ തുടർച്ച തന്നെയാണ്, അതിൻ്റെ പൂർത്തീകരണമാണ് യേശുവിൽ നാം അനുഭവിച്ചറിയുന്ന രക്ഷ. അപ്പോൾ നമുക്കറിയാം, ഈ പഴയ നിയമവും പുതിയ നിയമവും പരസ്പര ബന്ധിതമാണ്. അല്ലെങ്കിൽ പഴയ നിയമം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ യാഥാർത്ഥ്യമാകുന്ന ആ രക്ഷയുടെ ഒരു ആദ്യ ഭാഗമാണ് എന്ന് പറയാം. അപ്പോൾ ബൈബിൾ മുഴുവൻ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ്. ക്രിസ്തുവിയുടെ യാഥാർത്ഥ്യമാകുന്ന രക്ഷയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭമാണ് പഴയ നിയമത്തിൽ വിവരിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവവാഗ്ദാനങ്ങളുടെ തുടർച്ചയും പൂർണ്ണതയും ഇവിടെ വിവരിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നു, സഭയും സാമ്രാജ്യവും തമ്മിലുള്ള ആ സംഘട്ടനത്തിൻ്റെ ഒരു സമാപന രംഗത്തിലേക്കാണ് കടന്നു വരിക. അപ്പോൾ സാമ്രാജ്യത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ശക്തികളുടെ ഉന്മൂലനത്തോടൊപ്പം എല്ലാ തിന്മകളും ഉന്മൂലനം ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ സകല ജനതകളും ദൈവത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഈ ഗീതം ആലപിക്കുന്നത് അത് ദൈവജനം ആണ്. അതോടൊപ്പം തന്നെ അത് സകല ജനതകളുടെയും ഗീതം തന്നെയാണ്. ഓക്കെ, കുഞ്ഞാടിൻ്റെ ഗീതം ആലപിച്ച്, സർവശക്തനും ദൈവമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിയുക്തവും സത്യസന്ധവുമാണ്. തുടർന്ന് പറയുന്നുണ്ട്, സകല ജനതകളും വന്ന് അങ്ങേ ആരാധിക്കും. അപ്പോൾ ഈ അവിടുത്തെ ഈ രക്ഷയിൽ പങ്കുചേരുന്ന അവസാനം സകല ജനതകളുമാണ് എന്ന് ഇവിടെ അർത്ഥമാക്കുന്നു. അപ്പോൾ സഭയും സാമ്രാജ്യം തമ്മിലുള്ള ഈ സംഘർഷം അവസാന രംഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സാമ്രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരും, അതായത് സകല ജനതകളും വിജാതീയരും ദൈവത്തിലേക്ക്, ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരും എന്നുള്ളത് കൂടി ഇവിടെ അർത്ഥമാക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള വിസ്മയവും സന്തോഷവും ഒക്കെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പം ഗ്രന്ഥകാരന് ചരിത്രത്തെക്കുറിച്ചുള്ള, ചരിത്രത്തിൻ്റെ ഈ ഗതിയെക്കുറിച്ചുള്ള ആഴമേറിയ അറിവാണ് ഇവിടെ ഈ വാക്കുകളിലൂടെ, ഈ പ്രതീകങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ മനുഷ്യരാശിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം അത് സർവ്വ ജനതകളുടെയും രക്ഷ തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെ യാഥാർത്ഥ്യമാകുന്ന ആ രക്ഷ സർവ്വ ജനതകളും ദൈവത്തിലേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 9-ാമത്തെ അധ്യായത്തിന് അവസാനം നമ്മൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ ജനതകൾ സാമ്രാജ്യത്തിന് കൂടെ നിൽക്കുന്ന, അതിൻ്റെ വശീകരണത്തിൽ പെട്ടിരിക്കുന്ന ഈ ജനതകൾ അവർ നശിച്ചു പോകേണ്ടവരാണോ, അതോ അവരും ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടവരാണോ എന്ന്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമ്മൾ കണ്ടു, ഇനി അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആരാണ്? അത് ദൈവജനം തന്നെയാണ്. എപ്രകാരം? നമ്മുടെ സാക്ഷ്യം വഴിയായിട്ട്. അപ്പോൾ നമ്മുടെ സാക്ഷ്യം വഴിയായിട്ട് അവരും ആ ദൈവസന്നിധിയിലേക്ക് വരുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ 11-ാം അധ്യായം മുതൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ആ സൂചനകൾ പല ആവർത്തി നമ്മൾ കാണുന്നുണ്ട്. 2 സാക്ഷികളുടെ സാക്ഷ്യത്തിന് ശേഷം കൊല്ലപ്പെട്ടവർ അവശേഷിക്കുന്നവർ 10-1 കൊല്ലപ്പെടുന്നു, 7000 പേര് ഇല്ലാതാകുന്നു, ബാക്കിയുള്ളവരെല്ലാം ദൈവത്തിന് മഹത്വം നൽകുന്നു നമ്മൾ കണ്ടു. അപ്പോൾ ആ ദൈവജനത്തോടൊപ്പം തന്നെ ഭൂരിഭാഗം ആ ഭൂവാസികളും ജനതകളും ദൈവത്തിലേക്ക് കടന്നു വരുന്നു കാണുന്നു. പിന്നെ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ ദൈവജനത്തോടൊപ്പം ഭൂവാസികൾക്കുമുള്ള ആഹ്വാനം നമ്മൾ കാണുന്നുണ്ട്. ബാബിലോണിന് കൂടെ നിൽക്കുന്നവരുടെ നാശം കണ്ടിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാനായിട്ട് അവർക്ക് ആഹ്വാനം നൽകുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആ ദൈവസന്നിധിയിലേക്ക് ഇതാ വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് ഈ 15-ാമത്തെ അധ്യായത്തിൽ ഈ മോശയുടെ ഗീതത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ സൃഷ്ടിയും വിമോചനവുമൊക്കെയാണ് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ് എന്ന ആ പ്രയോഗം
അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ ചെങ്കടൽ കടത്തി രക്ഷിച്ച ദൈവം ഈ ദൈവജനത്തെ മാത്രമല്ല സകല ജനതകളെയും ദൈവ സന്നിധിയിലേക്ക് രക്ഷയിലേക്ക് ആനയിക്കും. അപ്പോൾ ജനതകളുടെ രാജാവ് എല്ലാ ജനതകളെയും സർവ്വജനതയെയും ദൈവത്തിങ്കിലേക്ക് ആനയിക്കുന്നവനാണ്. അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിലുള്ള അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സന്ദേശം ഇതാണ്. ഇത് ശിക്ഷയുടെ നാശത്തിൻ്റെ സന്ദേശമല്ല, മറിച്ച് രക്ഷയുടെ സന്ദേശമാണ്. ഇത് ദൈവജനത്തിലുള്ള രക്ഷയുടെ സന്ദേശം മാത്രമല്ല, എല്ലാ ജനതകളും വിജാതീയരും എല്ലാവരും ഈ രക്ഷയിലേക്ക് വരണം എന്ന ദൈവപദ്ധതിയുടെ വിവരണമാണ് ഈ വെളിപാട് ഗ്രന്ഥം. ഈ രക്ഷ, സാർവത്രിക രക്ഷ യാഥാർത്ഥ്യമാകുന്നതാണ് ഈ വിവരണങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.